നമസ്കാരം. ട്രൂത്ത് ഫൈറ്ററിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വ്യാഴവട്ടത്തിലധികമായി ദുരാരോപണങ്ങളുടെ തോരാമഴയത്ത് തനിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സ്ത്രീയുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച്, അവരേറ്റ അപമാനങ്ങളെക്കുറിച്ചും ക്രൂരമായ വിചാരണകളെക്കുറിച്ചുമാണ് ഈ ആഴ്ച നാം സംസാരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി ഡൽഹി ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പുറപ്പെടുവിച്ചു. തങ്ങൾക്കിഷ്ടമുള്ളത് മാത്രം പുറത്തുവിടുകയും തങ്ങളുടെ വിചാരണയ്ക്കും മുൻവിധികൾക്കും ചേരാത്തതൊക്കെയും തമസ്കരിക്കുകയും ചെയ്യുന്ന പതിവ് ശൈലി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെയും ഇവിടെയും ഈ വിധിയിലും അനുവർത്തിച്ചു. ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി 2009 സിസ്റ്റർ സെഫി തന്റെ മേൽ CBI ഉൾപ്പെടുന്ന അന്വേഷണ സംഘങ്ങൾ കന്യാത്ത പരിശോധന എന്ന പരിഷ്കൃത സമൂഹത്തിൽ ഏറ്റവും മനുഷ്യത്വരഹിതവും സംസ്കാരശൂന്യവുമായ അന്വേഷണ രീതി അടിച്ചേൽപ്പിച്ചതിനെതിരെ കൊടുത്ത ഒരു കേസിന്റെ വിധി തീർപ്പാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിക്കുന്നത് ആധുനിക ലോകത്ത് പരിഷ്കൃത സമൂഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര കാടത്തം നിറഞ്ഞതും മൃഗീയവുമായ മനുഷ്യത്വരഹിതമായ നടപടിയാണ്, ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ് സിസ്റ്റർ സെഫി നേരിട്ടത് എന്നുള്ളതാണ്. കൺമുമ്പിൽ മറനീക്കിയ ഇത്ര ഭീകരമായ ഒരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ വാർത്ത വന്നിട്ടും പലരും അതിനെ തമസ്കരിക്കുകയും അറിയാത്ത മട്ട് കടന്നു പോവുകയും പുതിയ വാർത്തകളിൽ പുതിയ ഇരകളെ കണ്ടെത്തുന്നതിൽ വ്യാപൃതരാവുകയും ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ സത്യത്തെ സ്നേഹിക്കുന്നവർക്ക്, നീതി ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് കണ്ണടച്ച് കടന്നു പോകാൻ പറ്റുന്നത്ര ലളിതമായ ഒരു മനുഷ്യാവകാശ ലംഘനമല്ല, അനീതിയല്ല ഈ പാവപ്പെട്ട കന്യാസ്ത്രീ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു. തോരാമഴയത്ത് അവരെ തനിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു കപട സദാചാരത്തിന്റെ മുഖം മൂടി അണിഞ്ഞ പൊതുസമൂഹങ്ങളും കോട്ടിട്ട മാധ്യമ വിചാരണന്മാരും സഭയുടെയും സന്യാസത്തിന്റെയും തകർച്ച ആഗ്രഹിക്കുന്ന ഗൂഢ സഭാവിരുദ്ധ ശക്തികളും ചേർന്നിട്ട്. ഈ കഥയുടെ പിറകിലെ കള്ളക്കഥകളും തിരക്കഥകളും അതിനു പിറകിലെ ഗൂഢശക്തികളുടെ ശ്രമങ്ങളെയും കുറിച്ച് യാതൊരു തിരിച്ചറിവുമില്ലാത്ത ക്രൈസ്തവ സമൂഹവും നിസ്സംഗതയോടും മുൻവിധിയോടും കൂടിയിട്ട് ഈ നാടകം കണ്ടാസ്വദിച്ചുകൊണ്ടിരിക്കുകയായി. നമ്മുടെ നിഷ്ക്രിയത്വം, ഇന്നോളം പുലർത്തിയ നിസ്സംഗത, കൺമുമ്പിൽ നടക്കുന്ന അനീതികളോടുള്ള നമ്മുടെ വല്ലാത്ത ഭീരുത്വം നിറഞ്ഞ മൗനം നമ്മൾ അവസാനിപ്പിക്കേണ്ട കാലമായെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഡൽഹി ഹൈക്കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നത്. സിസ്റ്റർ സെഫിക്ക് അവരേറ്റ അപമാനത്തെക്കുറിച്ച്, അവർ സഹിച്ച മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച്, അതിന് കാരണക്കാരായ അന്വേഷണ ഏജൻസികൾക്ക് എതിരായിട്ട് നീതി നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അഭയ കേസിന്റെ നാൾ വഴികളിൽ അതിനെ സത്യ അന്വേഷണത്തോടുകൂടി പഠിച്ചവർക്കൊക്കെയും വ്യക്തമായ ഒരു കാര്യമാണ്, ഇത് അസത്യങ്ങളുടെ ഘോഷയാത്രയാണ്. ചില ശക്തികളുടെ, ചില സംഘങ്ങളുടെ സ്ഥാപിത താല്പര്യവും തികഞ്ഞ സഭാവിരുദ്ധതയുമായിരുന്നു ഇത്ര മനുഷ്യത്വരഹിതമായ രീതിയിൽ 3 മനുഷ്യരെ കുറ്റാരോപിതരാക്കുകയും അവർക്കുമേൽ ഇല്ലാത്ത തെളിവുകളും ഇല്ലാത്ത സാക്ഷികളെയും രൂപപ്പെടുത്തി അവരെ പൊതുസമൂഹത്തിൽ അപമാനത്തിന്റെ തീച്ചൂളയിൽ നിർത്തപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു. അവരാരായിരുന്നെന്നും അവർക്ക് പിന്നിലെ ശ്രമങ്ങൾ എന്തായിരുന്നെന്നും അറിയാതെ കടന്നു പോകുന്ന നിസ്സംഗതയിലായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ. മാധ്യമങ്ങൾ പറഞ്ഞത്, കള്ളക്കഥ എഴുതുന്നതിൽ വിരുദ്ധന്മാരായ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് വാതൊടാതെ വിഴുങ്ങുകയും അത് നേരാണെന്ന് വിശ്വസിച്ച് മാധ്യമ വിശാരദന്മാരുടെ കങ്കാരു കോടതി മുറികളിലെ വിചാരണകൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുകയായിരുന്നു നാളിതുവരെ നാം. സിസ്റ്റർ സെഫി 3 ശാസ്ത്രീയ അന്വേഷണങ്ങൾക്ക് വിധേയായിട്ടുണ്ട്. അതിലാദ്യത്തേത് പോളിഗ്രാഫ് ടെസ്റ്റ് ആണ്. പിന്നീട് അവർ ബ്രെയിൻ മാപ്പിങ്ങിന് അവരെ വിധേയാക്കി. ഈ രണ്ടും അവർ നുണ പറയുന്നുണ്ടോ എന്നുള്ളതിന്റെ ശാസ്ത്രീയമായ അന്വേഷണ രീതികളായിരുന്നു. രണ്ടിടത്തും അവരുടെ നിരപരാധിത്വം തെളിഞ്ഞിട്ട് ആ നിരപരാധിത്വം പുറത്തു പറയാതെ ഏറ്റവും മൃഗീയമായ പരിഷ്കൃതമായ ആധുനിക അന്വേഷണ രീതികളൊന്നും വിശ്വസനീയമായി കണക്കാക്കാത്ത നാർക്കോ ടെസ്റ്റിന് അവരെ വിധേയാക്കുകയും അതിന്റെ വീഡിയോ കൃത്രിമമായി എഡിറ്റ് ചെയ്ത് കേരളത്തിലെ ഗൂഢലക്ഷ്യമുള്ള മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും അവരെ പൊതുസമൂഹത്തിൽ അപമാനിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ടും പോരാഞ്ഞിട്ടാണ്
നന്ദകുമാരൻ നായരുടെ നേതൃത്വത്തിലുള്ള CBI സംഘം മനുഷ്യത്വത്തോട് ചെയ്ത, സ്ത്രീത്വത്തോട് ചെയ്ത ഏറ്റവും മൃഗീയമായ കടന്നാക്രമണമായിട്ട് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ കന്യാത്വം പരിശോധിക്കണം എന്ന് തീരുമാനമെടുക്കും. നിശബ്ദയായി നിയമസംവിധാനത്തിന്റെ ക്രൂരാധിനിവേശങ്ങൾക്ക് അവർ നിന്നുകൊടുക്കുന്നുണ്ട്. ഈ പരിശോധന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ രമയുടെയും ഡോക്ടർ ലളിതാംബിക കരുണാകരന്റെയും നേതൃത്വത്തിൽ നടക്കുകയും അവരുടെ കന്യാചർമ്മത്തിന് യാതൊരു പരുക്കും പറ്റാതെ അവശേഷിക്കുകയും ചെയ്തപ്പോൾ ഈ ഡോക്ടർമാരുടെ നിരീക്ഷണങ്ങളുടെ ബലത്തിൽ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളും കേരളത്തിലെ മാധ്യമങ്ങളും ചേർത്ത് പറഞ്ഞു പരത്തിയ വല്ലാത്തൊരു കള്ളക്കഥയാണ്. ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമായിരുന്നു അവർ കന്യാചർമ്മം വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ ചെയ്തു എന്നുള്ളത്. ഈ നിരീക്ഷണം നടത്തിയ 2 ഡോക്ടർമാരിൽ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഡോക്ടർ ലളിതാംബിക കരുണാകരൻ ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. 2008 വരെയുള്ള കേരളത്തിലെ മെഡിക്കൽ സിലബസിൽ എവിടെയാണ് ഹൈമനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ശസ്ത്രക്രിയയെ കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ പരിശോധിച്ചിട്ടുണ്ടോ? സിസ്റ്റർ സെഫി അത് വെച്ച് പിടിപ്പിച്ചെന്ന് നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ എവിടെ വെച്ച്, ഏത് ഡോക്ടർ, ഏത് ആശുപത്രിയിൽ അത് വെച്ചു? ഇന്ത്യയിൽ ഏത് ആശുപത്രികളിൽ ആ കാലഘട്ടങ്ങളിൽ ഈ ചികിത്സാ രീതി സംലഭ്യമായിരുന്നു? ആ കാലം വരെ ജീവിതത്തിൽ പാസ്പോർട്ട് എടുക്കാത്ത സിസ്റ്റർ സെഫി എങ്ങനെയാണ് ഇന്ത്യയിൽ ഇല്ലാത്തൊരു ചികിത്സാ രീതിക്ക് വിധേയായിട്ടുള്ളത്? ഈ ചോദ്യങ്ങൾക്ക് ഇവരെ കൊണ്ട് കൃത്യമായി ഉത്തരം പറയിപ്പിക്കാനുള്ള ബാധ്യത കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. സിസ്റ്റർ സെഫിയുടേത് ഉൾപ്പെടെയുള്ള കേരളത്തിലെ അസംഖ്യം സന്യാസിനി സമൂഹങ്ങൾക്കുണ്ട്. നേരിന്റെ നിലപാടുകൾ എടുക്കാൻ ആരോപണങ്ങളുടെ പെരുമഴയത്ത് തനിച്ചു നിർത്തിയിരിക്കുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയുടെ ആത്മാഭിമാനത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയരെ, നാം ചാവുദോഷത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ് നസറായനായ യേശു തന്റെ ശിഷ്യരോട് പറയുന്നത്, നിങ്ങളിൽ വാളില്ലാത്തവൻ വസ്ത്രം വിറ്റ് വാളുമേടിക്കണം. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. ഇന്നോളം കേരളത്തിലെ ക്രൈസ്തവരും സന്യാസ സമൂഹങ്ങളുമൊക്കെ ഈ പാവപ്പെട്ട 2 പുരോഹിതരും ഒരു സിസ്റ്ററുമേറ്റ അപമാനങ്ങളെക്കുറിച്ചും അവരുടെ മേൽ നിയമ സംവിധാനങ്ങൾ അടിച്ചേൽപ്പിച്ച കടുത്ത മനുഷ്യാവകാശ ദംശനത്തെക്കുറിച്ചും നിസ്സംഗരും നിശബ്ദരുമായിരുന്നു. ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ ഉണ്ടായി എന്നതിലപ്പുറം സംഘടിതമായിട്ടും സംഘാത ശക്തി ഉപയോഗിച്ചും നാം ഈ അനീതിയെ പ്രതിരോധിക്കുന്നതിന് നാളിതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. നമ്മുടെ നിശബ്ദതയുടെ, നിസ്സംഗതയുടെ ആലസ്യത്തിൽ നിന്ന് നാം ഉണർന്ന് നീതിക്ക് വേണ്ടി ചില നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. 2009 ഈ വിഷയം കോടതിയിൽ പരാമർശിച്ച ജസ്റ്റിസ് ഹേമ അവരുടെ വിധിന്യായത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: പൊതുസമൂഹത്തിൽ പരസ്യമായി ഒരു കന്യാസ്ത്രീയെ ചെളിവാരിയെറിയാനല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കാത്ത ഒരു ഭീകരമായ അവഹേളനമാണ് ഈ കന്യാത്വ പരിശോധന എന്ന്. കൺമുമ്പിൽ ഇത്ര ഭീകരമായ അനീതി നടന്നിട്ട് നാം എത്ര നാൾ ഇനിയും നിസ്സംഗരും നിഷ്ക്രിയരുമായിരിക്കും? കേരളത്തിലെ സന്യാസി സമൂഹങ്ങളൊക്കെയും സിസ്റ്റർ സെഫിയുടെ പിറകിൽ അണിനിരന്ന് അവരുടെ ആത്മാഭിമാനത്തിന് വേണ്ടി പോരാടാനുള്ള കാലമാണ്. നാം കെട്ടിപ്പൊക്കിയിരിക്കുന്ന അസംഖ്യ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളുടെ നീണ്ട നിരകൾ. അവയിൽ ചിലത് വിറ്റിട്ടാണെങ്കിൽ പോലും ഇത്ര ഭീകരമായ സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നാക്രമണം നടത്തിയ ഈ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ കള്ളക്കഥയ്ക്ക് തിരക്കെഴുതെഴുതുന്നതിനും കഥാപാത്രങ്ങളാകുന്നതിനും ഈ ദുഷ്ടകഥയുടെ കഥ ആടിത്തീർക്കുന്നതിനും കൂട്ടുനിന്ന സകല വ്യക്തികളെയും, മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് വിളിക്കപ്പെടുന്നവരെ, മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അവരുടെ കപടമുഖം പുറത്തു കൊണ്ടുവരാനും അവർ ആർക്കു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കള്ളക്കഥ അഭിനയിച്ചതെന്ന് പരസ്യമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താനുമുള്ള നീതിയുടെ പ്രവർത്തനങ്ങൾക്ക് നാം മുന്നിട്ടിറങ്ങേണ്ട കാലമാണ്. പത്രത്താളുകളിലെ ഭീകരമായ അവഹേളനങ്ങളുടെ സുഖം അവർ അനുഭവിച്ചറിയണം. ജയിലറകളുടെ തണുത്ത ജയിലറകളുടെ ഇരുട്ടും സഹതടവുകാരിൽ നേറ്റ ആക്ഷേപങ്ങളുടെയും അവഹേളനങ്ങളുടെയും നൊമ്പരവും ഇവരനുഭവിച്ചറിയേണ്ടതാണ്. മാധ്യമ വിചാരന്മാരുടെ ഭീകരമായ വിചാരണ രീതികളുടെ നൊമ്പരം എന്താണെന്ന് ഇവരും മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. നീതി സിസ്റ്റർ അഭയയ്ക്ക് കിട്ടണമെങ്കിൽ ഭീകരമായ ഒരു കള്ളത്തിന്റെ പൊളിച്ചെഴുത്ത് നാം നടത്തുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട്
അഭയ കേസിൽ കോടതികൾ ഇതിൽ ആരോപിതരായ വ്യക്തികളെ ഓരോരുത്തരെയായി കുറ്റാരോപിതരാക്കിയാൽ അവർക്ക് നീതി കിട്ടിയെന്ന് നാം ആശ്വാസത്തിന്റെ നെടുവീർപ്പിടാനുള്ള കാലമല്ല. സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ ഈ കേസിൽ സമഗ്രമായ പുനരന്വേഷണം, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സകല വ്യക്തികളുടെയും അതിന്റെ പിറകിൽ പ്രവർത്തിച്ചവരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ പഠനം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായ പുനരന്വേഷണം നടത്തുമ്പോഴാണ് സ്വസ്ഥമായി സ്വച്ഛമായി ഇതിൽ വലിച്ചിഴക്കപ്പെട്ട സകല മനുഷ്യർക്കും ഉറങ്ങാൻ പറ്റുന്നു. ഈ അറസ്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള സിസ്റ്റർ സെഫിയ വിചാരണ മുറികളിലേക്ക് കൊണ്ടുപോകുന്നതിനനുബന്ധിച്ചുള്ള വീഡിയോകളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു രംഗമുണ്ട്. അപമാനത്തിന്റെ പെരുമഴയിൽ നിൽക്കുമ്പോഴും അവർ കഴുത്തിലെ കുരിശുരൂപം കരങ്ങളിലെടുത്ത് അതിലിടയ്ക്ക് ചുംബിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്ര ഭീകരമായ അപമാനത്തെയും അതിജീവിക്കാൻ പറ്റും? നീതിലംഘനങ്ങളുടെ പരകോടിയിലൂടെ കടന്നുപോയിട്ടും അവർ അക്ഷോഭ്യരായിട്ടും ആരോടും കലഹിക്കാതെയും പരാതിപ്പെടാതെയും ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? സാധാരണ മനുഷ്യരൊക്കെയും ആത്മഹത്യ ചെയ്തു പോയേക്കാവുന്ന കടുത്ത അപമാനങ്ങളുടെ തീച്ചുളയിലൂടെ നടന്നിട്ടും അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? കുരിശാണ്, ക്രൂശിതനാണ്, അവന്റെ സഹനങ്ങളാണ്. അവന്റെ സഹനങ്ങളൊക്കെയും എല്ലാ കാലത്തെയും സഹിക്കുന്ന മനുഷ്യർക്ക് ശക്തിയാണ്, പ്രചോദനമാണ്. ആ സഹനങ്ങളിൽ ആശ്വസിച്ച, ആശ്വാസമർപ്പിച്ച വ്യക്തി എന്ന നിലയിൽ കേരള ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനത്തോടെ ഓർക്കേണ്ട പേരാണ് അഭയ കേസിൽ പൊതുസമൂഹം, മാധ്യമങ്ങൾ, കുറ്റാന്വേഷകർ വലിച്ചിഴച്ച, കീറിമുറിച്ച, വിചാരണ ചെയ്ത 3 മനുഷ്യ ജീവിതങ്ങൾ. അവർക്ക് നീതി ലഭിക്കുവോളം നീതിക്ക് വേണ്ടിയും സത്യത്തിന്റെ പക്ഷത്തും നിന്ന് പോരാടാനുള്ള ധാർമ്മിക ബാധ്യത നമുക്കുണ്ട്. ആ ധാർമ്മിക ബാധ്യത ഏറ്റെടുക്കാതെ നീതി കൺമുമ്പിൽ പിടഞ്ഞു മരിക്കുമ്പോഴും നിസ്സംഗതയോടെ ഇനിയും അത് നോക്കി നിൽക്കുകയാണെങ്കിൽ നാം ജീവിക്കുന്നത് ചാവുദോഷത്തിലാണെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ട്രൂത്ത് ഫൈറ്റർ അവസാനിപ്പിക്കും. നന്ദി.